എന്നെ വിളിച്ചു മോളേന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാന് എന്തേന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ച് അനക്കറിയോ ഇവരെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ് ഞങ്ങളെ പെരേക്ക് പണിക്ക് വരുന്ന ആളാ. നിർത്തല് വരുമ്പോട്ടാളെ സ്വന്തം തന്തനെ മാറ്റി പറയേ നാളെല്ലേടി എനിക്ക്. അത് അപ്പത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഓരൊക്കെ ഇപ്പാര് ഗൾഫിലാണ്. അപ്പൊ എന്റെ ഇപ്പ മാത്രം നാട്ടില് കൂലിപ്പണിക്കാരനാണ് പറയുമ്പോ അപ്പത്തെ അതിൽ പറഞ്ഞു പോയതാ. എന്ത് ഫ്രണ്ട്സ് ചോദിച്ചപ്പോ നടിജി പറയുന്നത് സ്വന്തം വാപ്പാനെ മാറ്റി പറഞ്ഞിക്കണോള്. ആ മനുഷ്യനെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിണ്ടല്ലോ ചങ്ക് പൊട്ടി മരിക്കും. അന്നേ ഞാൻ വാപ്പാനോട് പറഞ്ഞതാണ് അന്ന് നല്ലപോലെ ഒതുക്കി വളർത്താന്. അപ്പൊ ആ പാവേ കണ്ണി കണ്ടുകൊടുത്ത് തോട്ടം ചെത്തിയിട്ടും പുല്ല് പറിച്ചിട്ടും ഉണ്ടാക്കി കൊണ്ടിരുന്ന മുതലാണ് ഈ 4 നേരം വെട്ടി വീഴുന്നത്. അതിന് ആൾക്കൊരു കുഴപ്പമില്ലല്ലോ. സ്വന്തം വാപ്പയെന്ന് പറയാൻ നോക്ക് മടിയാത്ര. ഇമ്മ ഞാന് ഇജ്ജിന്റെ അമ്മാന്ന് വിളിക്കണ്ട. ഞാൻ എന്റെ ആരും ഇല്ലാന്ന് ചില വിചാരിച്ചാളാ. എന്താടി വാപ്പാക്ക് ഇല്ലാത്തത് എന്താണ് ഇക്കുള്ളത്? അത് പറഞ്ഞിട്ട് ജി. അതെ പാവാണിടി. നേരം വെളുത്ത് അണക്കും ഇക്കും വേണ്ടിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. കണ്ണി കണ്ട ആൾക്കാരെ ആട്ടും തുപ്പും കേട്ടിട്ടാണ് ഈ പെരന്റെ ഉള്ളിക്കുള്ള ഓരോ സാധനങ്ങൾ കൊടുത്തു തരുന്നത്. അണക്ക് അതിന് ഒരു വിലയില്ലല്ലേ. ഇന്റെ മാപ്പിള കൂലിപ്പണിക്കാരനാണെന്ന് പറയാനേ ഇക്കൊരു മടിയില്ലടി. കാരണം എന്താന്ന് പറയാ എനക്ക് ആ മനുഷ്യർ ആ പകല് നയിച്ചുണ്ടാക്കുന്നതാണ് ഞാനും ഇതൊക്കെ തിന്നണത്. ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചൂടെ എനക്ക്. ഇതിഞ്ഞേ ഒന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട. ഈ കണ്ണിന്റെ മുന്നിൽ കാണുന്നെ വേണ്ട. മര്യാദക്ക് പോവാൻ നോക്കും ചിന്റെ മുന്നിൽ നിന്ന്. ഇമ്മങ്ങളും കൂടെ ഒന്ന് നോക്കിമ്മ. പാവത്തിനാണല്ലോ ഈ പറയണത്. ഒരു മോളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയതാണ്. അതിന് തന്നെ കിട്ടണം. ഇമ്മ ഓലൊക്കെ എന്നോട് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്റെ ഇപ്പ ഗൾഫിലാണെന്നുള്ളത്. അന്ന് ഇപ്പൊ എന്നെ വിളിച്ചപ്പോ എന്റെ ഇപ്പയാണെന്ന് പറയാനുള്ളത് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എല്ലാരുടെ ഇടയിലും ഞാനപ്പൊ കൊറയല്ലേന്ന് ആലോചിച്ച് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എടി ഇപ്പാനെ ഒരിക്കലും കുറ്റം പറയരുത്. ആ ഒരു പാവല്ലടി.